അവിടെയുള്ള പൂവും പറിക്കണം. ഞാൻ കുറച്ച് ഇതിനകത്ത് പറിച്ചാൽ മതി, വേറെ പറിക്കേണ്ട ആവശ്യമില്ല. വേറെ അതിൻ്റെ ആവശ്യമുണ്ട്? വലിയ പൂവൊന്നും ഇല്ലല്ലോ. വേനലായ പിന്നെ വലിയ പൂക്കളൊന്നുമില്ല. വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്, അല്ല ഞാനാ മിക്കവാറും പറിക്കാറ്. എന്തോ ആ എടുക്കാം. ആ എന്തോ എല്ലാപ്പോഴും എഞ്ചി പറഞ്ഞ ഒടിഞ്ഞു പോരും. പൂക്കളായി അല്പം. ഇനി നമ്മുടെ പോക്കെന്ന് പറഞ്ഞാൽ ഇത് കനകാമ്പരം പറിക്കണം. ഇതാണ് അശോകം, വാഴ, ചെമ്പരത്തി. ഇതാണ് കനകാമ്പരം. എന്താ ഭംഗിയിൽ. പെണ്ണൊരുത്തി ചെമ്പരത്തി. പിന്നെ അതാണ് ആരാ പേരും മറന്നുപോയല്ലോ. ശ്രീകുട്ടൻ. ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്. ഇത് സ്കൂള്, ഇത് വീട്. എൻ്റെ അച്ഛനും എൻ്റെ അമ്മൂമ്മയും പഠിച്ച സ്കൂളാണ്. ഇത്ര അടുത്തല്ല, ഒരു റോഡിൻ്റെ വ്യത്യാസം. ആ അങ്ങേ അറ്റത്ത് കാണുന്ന ക്ലാസ്സാണ് എൻ്റെ ക്ലാസ്. അവിടെ നിന്ന് നോക്കിയാൽ എൻ്റെ വീട് കാണും. അപ്പോൾ എപ്പോഴും ഞാനിവിടെ വന്നുകൊണ്ടിരുന്നതാണ്. ഇത്ര അടുത്താണ്. പ്ലസ് ടു വരെ ഇവിടെയായിരുന്നു. 5 മുതൽ +2 വരെ ഇവിടെ ആയിരുന്നു. കൂട്ടുകാരും മിക്കവാറും ഇവിടെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇത് ഞാൻ മറ്റേ പരികർമ്മി പോലാണല്ലോ പുറകെ. സഹായി അപ്രൻറ്റീസാ. പൂക്കൾ പറിക്കുന്നതിൽ അപ്രൻറ്റീസാ. സഹായി ഇല്ലാതെ ഞാൻ പിന്നല്ലാതെ. എന്തോ എന്ത് പോവാ. ഇതാണ് ഞങ്ങളുടെ ഗണപതി ക്ഷേത്രം. ആ കാണുന്നു. അതിൻ്റെ നട എപ്പോഴും തുറന്നിരിക്കും. ഒരു ഗ്രില്ല് മാത്രമേ അടച്ചിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് എപ്പോൾ വേണേലും പോയി തൊഴാം. ഭഗവാനെ, വീടിൻ്റെ മുറ്റത്ത്. അതെ. ഏതാണ്ട് ഈ വീടിന് 32 വർഷത്തെ മുകളിൽ പഴക്കമുണ്ട് കേട്ടോ. കൊള്ളാം. ചെറിയ മീൻ. എന്തോ ഏതാ അശോകം തൊട്ട ഉടനെ പോരും. അത് അധികം ഇല്ല. ശംഖുപുഷ്പം ഇത് ഒരെണ്ണം ഉണ്ട് ഇവിടെ. എന്തോ ശംഖുപുഷ്പം, നീലശംഖ്.
ശംഖുപുഷ്പം. ഞങ്ങളുടെ ഇവിടുത്തെ തോട്ടത്തിലെ പ്രധാന പൂക്കളാണ് ശംഖുപുഷ്പം. ഇതിട്ട് ഉണങ്ങിയ ചായയും കുടിക്കാം. ചായപ്പൊടി പോലെ ഇത് ഉണങ്ങിയ പൂക്കൾ, ഇതിലെ പൂക്കൾ ഉണങ്ങിയിട്ട് മാർക്കറ്റിലൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഒരു തവണ കുടിച്ചു, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. വെള്ളം തിളപ്പിച്ചും കുടിക്കാം, നല്ല രുചിയാണ്, അത് കൊള്ളാം. വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ കൊള്ളാം. പക്ഷെ ചായ ഇട്ട് കുടിക്കുമ്പോൾ ഒരുമാതിരി വഴുവഴുക്കൽ പോലെ. ഔഷധ ഗുണമുള്ള വെള്ളം നല്ലതാണ്, ഗുണമുള്ളൂ എന്തുകൊണ്ടും. ചെമ്പരത്തി നല്ലതാണ്. ചെമ്പരത്തി സ്ക്വാഷ് അമ്മയച്ചി ഉണ്ടാക്കി തരാറുണ്ട് അതിനിടയ്ക്ക്. അപ്പോൾ അതൊന്നുമില്ല. ഈ ചെടിയുടെ പേരെന്നെ മറന്നുപോയല്ലോ. ആവണി തന്നെ. ആവണക്ക്. ഇതാണ് ആവണക്ക്. മരുന്നാണ്. ഇവിടെ അമ്മച്ചി ഉള്ളതുകൊണ്ട് ഇവിടെ അത്യാവശ്യത്തിന് എല്ലാ ഔഷധ സസ്യങ്ങളും ഉണ്ട്. പനിക്കൂർക്ക, ആടലോടകം, തുളസി, കാട്ടുതുളസി. 10-70 എണ്ണം അല്ലേ? എന്നതാ? അതെ, 10-70 ഔഷധ സസ്യങ്ങളുള്ള വീടാണ്. അമ്മച്ചി ഒരു ആയുർവേദ ഡോക്ടർ അല്ലേലും ഡോക്ടറെ പോലെ അമ്മച്ചി ഉള്ളതുകൊണ്ടെല്ലാം നിലനിൽക്കുന്നല്ലേ. അതെ, അച്ഛൻ പള്ളയാന്ന് പറഞ്ഞത് പറിച്ച് കളയുമ്പോൾ പറയും അത് ഔഷധമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു പള്ളയും പള്ളയല്ല, ഔഷധമാണ്. എവിടെ ഉണ്ടെങ്കിലും അമ്മച്ചി കൊണ്ടുവന്നിരിക്കും. ഓ, അതെ. അവിടെ ഉണ്ട്. അവിടെ ഇവിടെ വെള്ളയുണ്ടോ? ഇതാണ് വെള്ള ശംഖുപുഷ്പം. ഇതാണ് വെള്ള ശംഖുപുഷ്പം. കനകാംബരം പറിച്ചില്ലല്ലോ. അത് തന്നെയാ, അത് ജലം കിട്ടാത്തതുകൊണ്ടാണ്. അത് വേറൊരു രീതിയാണെന്നുള്ളൂ. അതിൻ്റെ ആകൃതി വ്യത്യാസം. ഇപ്പോൾ ഒരു കൊട്ടയിൽ ഇത്രത്തോളമായി. കനകാംബരം എന്നും പറിക്കുന്ന, എന്നാലും ഞാൻ പറഞ്ഞു കൊടുക്കണേ ഇത് പോവാൻ. അല്ല, ഞാനും പഠിച്ചത് അങ്ങനെ. ഞാൻ വേറെ ഏതാണ്ടോ എഴുതി. മണമൊന്നുമില്ല, പക്ഷേ നല്ല രസമുണ്ട്, കുഴപ്പമില്ല. ഇത് ഒരു ചെമ്പരത്തിയും കൂടെ ഉണ്ട്. ഇതൊരു കുമ്പളിയിൽ നിന്ന് കൊണ്ടുവന്നു ഒരു ഇലയാണ്, പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. ഇവിടെ ഉണ്ട്. കണ്ടാ പുഷ്പമാണെന്ന് തോന്നുന്നു, അതുപോലെ ഭംഗിയാണ്. ഇവിടെയല്ലേ, ഇത് എവിടെയുണ്ട്, ഇവിടെയുണ്ട്, റോഡിലും ഉണ്ട്. ഇതാ പൂവ്. ഓ, മടിയനാ. ഞാനോ? റോഡിലൊക്കെ പോയി ഞാൻ എൻ്റെ പൂവ കുറച്ച് റോഡിലില്ല.
ഇല്ലേ? ചെമ്പരത്തി പ്രത്യേകതരമുള്ള ഇതൊരു വേറെ തരം ചെമ്പരത്തി. ഇളം റോസ്. അങ്ങനെ ഇന്നത്തെ പൂവറിക്കൽ കഴിഞ്ഞു. പിക്ക് ദ ഫ്ലവർ ഫ്രം പ്ലാന്റ്സ്.